ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീക്ക് നമുക്കൊരു 4 days ഇവിടെ ഹോളിഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചേ. മസ്കറ്റിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ നമ്മളീ പോകുന്ന സ്പോട്ടിലേക്ക്. ഇത് വന്നിട്ട് സഫാരി വേൾഡ്, ഒമാനിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു സൂ ആണ് കേട്ടോ ഇത്. ഒമാനിലെ ഇബ്ര എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഈ സൂ ഉള്ളത്. ഞങ്ങൾ പോയത് ഒരു ഫ്രൈഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 3:30-4 o'clock ഒക്കെ ആയപ്പോഴാണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റും ഉണ്ടായിരുന്നു, വലിയ വെയിലും ഉണ്ടായിരുന്നില്ല. പക്ഷെ വെയിലിൻ്റെ ഒരു ആവശ്യം, വെയിൽ നമുക്ക് ബുദ്ധിമുട്ടാവില്ല, കാരണം അത് ഫുള്ളി നമുക്കൊരു ഷെയ്ഡൊക്കെ തരുന്നുണ്ട് നമ്മൾ നടക്കുന്ന സ്ഥലത്ത് കൂടെയൊക്കെ. അതുകൊണ്ട് നമുക്കതിൽ ബുദ്ധിമുട്ടില്ല. പിന്നീട് എൻട്രി ഫീ വരുന്നത് 3 ഒമാനി റിയലായിരുന്നു. പക്ഷെ എന്തോ ഓഫറാണ് കേട്ടോ, January 31st വരെ എങ്ങാനും ഉള്ളൂ ഈ ഓഫറെന്ന് തോന്നുന്നു. കണ്ടോ, ചെന്ന് കയറുമ്പോൾ തന്നെ ഇതുപോലെ സെറ്റപ്പാണ്. ഇവിടെ ഇതിനുള്ളിൽ ഒരുപാട് പ്ലേ ഏരിയയും പിന്നെ ഇതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയും പിന്നെ കുറച്ച് കോഫി ഷോപ്സ്, ക്യാൻറ്റീൻ, അങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ കൂടെ ഒക്കെ ഒരു ചെറിയ സ്ട്രീമൊക്കെ ഒഴുകുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ചെന്ന് കയറുമ്പോൾ ഒരു ഫോട്ടോസ് ബൂത്ത് സെഷൻ ആയിരുന്നു. അവിടെ ഒരുപാട് ആനിമൽസിൻ്റെ കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. സുട്ടുതാ നമ്മുടെ കുഞ്ഞ് വൈറ്റ് ടൈഗറായിട്ട് നിൽപ്പുണ്ട് അവിടെ. എൻ്റെ ശ്രീകുട്ടൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങ് ഓടുകയാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ടൈഗർ, ലയൺ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ലയണിനെ ആയിരുന്നേ. എല്ലാവരും എനിക്കൊന്ന് റെസ്റ്റിംഗ് ടൈം ആയിരുന്നു തോന്നുന്നു, വലിയൊരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിട്ട് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ സുട്ടു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നില്ലേ സുട്ടുവിന് ഇതിനൊക്കെ കാണുമ്പോഴത്തേക്കും. നമ്മുടെ ട്രിവാൻഡ്രത്തും അല്ലെങ്കിൽ മൈസൂർ സൂലൊക്കെ ഞാൻ ആകെ മൈസൂർ സൂല് പുലീനെ മാത്രമേ ഇങ്ങനെ ഗ്ലാസ്സിനകത്ത് ഇട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരുമാതിരി കൂട്ടിലായിരുന്നു. അന്നേരം നമുക്കധികം അടുത്ത് കാണാൻ പറ്റുന്നൊരു സെറ്റപ്പ് അല്ലല്ലോ, ട്രിവാൻഡ്രത്താണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നേ. പക്ഷെ ഇവിടെ ഇങ്ങനെ നമുക്ക് ശരിക്കും അടുത്തടുത്ത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. ഒരുപാട് ലയൺസ് ഉണ്ടായിരുന്നേ, ഒരുപാടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ടൈഗർ ആണെങ്കിലും വൈറ്റ് ടൈഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഈ നാട്ടിലുള്ള കടുവയില്ലേ, ആ സാധനം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സൂ ആണ്, ഒരുപാട് നടക്കാനുണ്ട്. ഇപ്പം നമുക്ക് നടക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലത്തെ ബഗ്ഗി സർവീസും പിന്നെ ഇതുപോലത്തെ കുഞ്ഞു ട്രെയിനും ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ഇതൊക്കെ ചെയ്യുന്നത് ചെറിയ കുട്ടികളാണ് കേട്ടോ. ചില കൗണ്ടേഴ്സിലും പിന്നെ ഇതുപോലത്തെ ട്രെയിനിലൊക്കെ ചെറിയ കുട്ടികളാണ് കേട്ടോ നിൽക്കുന്നത്. എന്താ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ കണ്ടിട്ട് വരാം. കമോൺ. പിന്നെ ഇവിടെ ലൈവ് തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഈ ആനിമൽ റിലേറ്റഡ് ആയിട്ടുള്ള ഷോസും മൂവീസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ പാന്തർ ആയിരുന്നു കേട്ടോ. പിന്നെ മങ്കി പിന്നെ ഞങ്ങളുടെ വയനാടുകാർക്ക് വളരെ സുപരിചിതമായൊരു സാധനമാണ്. പിന്നെ സീബ്രനൊക്കെ ഞാൻ തോന്നുന്നു, എനിക്കൊന്ന് മൈസൂർ സൂലെങ്ങാനും ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, നമുക്കിവിടെ ഫീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എക്സ്ട്രാ എന്തോ പേയ്മെൻറ്റ് 300 പൈസ അങ്ങനെ എന്തോ കൊടുക്കണം എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇത്രയും അടുത്തുനിന്ന് കാണാവുന്നതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടു, ഈ ലയൺ ഭയങ്കരമായിട്ട് കാമൻ ക്വയറ്റഡ് അവിടെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അന്നേരമാണ് ഈ പെൺ സിംഹം പോയി അതിനെ ശല്യപ്പെടുത്തി. അപ്പോൾ ശല്യപ്പെടുത്തിയപ്പോൾ അതിനങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. ഇവിടെ ഹോഴ്സ് റൈഡിങ്ങും പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. സുട്ടു വാസ് എൻജോയിങ് എ ലോട്ട്. ഈ ചെറിയ മക്കൾക്കാണ് ഏറ്റവും കൂടുതൽ രസം ഉണ്ടാവുക കേട്ടോ. അവർ ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ദേ വിൽ ബി വെരി ഹാപ്പി. അപ്പോൾ കുട്ടികളുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്കുക, കാരണം അത്രയ്ക്ക് നല്ല സ്ഥലമാണ് കേട്ടോ. കുറേ മൃഗങ്ങളൊന്നും ഇല്ല, ഓഫ്കോഴ്സ് ആനയൊന്നുമില്ല, ബട്ട് എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. പിന്നെ കുറേ ബേർഡ്സിൻ്റെ സെഷനൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെയുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാ മൃഗങ്ങളും റെസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ ഒരു ജോഗിങ് ടൈം ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങ് നടത്തായിരുന്നു എല്ലാവരും, പുലി, സിംഹം എല്ലാം അങ്ങ് നടക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ ഇതുണ്ടൊരു വെള്ളക്കടുവ, എൻ്റെ പൊന്നേ, ഇതിങ്ങനെ അടുത്ത് കൂടെ ഒക്കെ വരുമ്പോൾ എൻ്റെയൊക്കെ നെഞ്ചങ്ങ് കാളി, ബട്ട് രസമായിരുന്നു കേട്ടോ. പിന്നെ കരടി ഏത് സമയം ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ആ ഒരു ഏരിയയിലായിരുന്നു ഫുൾ ടൈം. പിന്നെ നമ്മളിങ്ങ് പോന്നപ്പോഴാട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ചീറ്റയാണ് കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഒരു വലിപ്പം, അടിപൊളി.
ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. കണ്ടോ എന്താ അടുത്ത് കൂടിയാ ഈ സാധനമൊക്കെ പോകുന്നത്. ഒരു നിമിഷം ഞാൻ വിചാരിച്ചു ഇതെങ്ങാനും ചില്ലെങ്ങാനും പൊട്ടിച്ചത് പുറത്തേക്ക് വന്നാളൊരവസ്ഥ. അപ്പോൾ പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ ക്യാൻറ്റീൻ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. വലിയ കത്തി വിലയും ഇല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ, ന്യായമായ വില മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ എൻജോയ് ചെയ്യുന്നതിന് പുറത്തേക്ക് ഇറങ്ങി. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബൈ.